ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾ എല്ലാവരെയും വന്ദനം ചെയ്യുന്നു. വളരെ ശക്തമായ ഒരു മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു നമ്മൾ. അപ്പോൾ തുടർന്നിനി നമ്മൾ ഇവിടെ ഒരു വലിയ മെസ്സേജിൻ്റെ ആവശ്യമില്ല എന്നാണ് എൻ്റെ ഒരു ഉള്ളിലൊരു ചിന്ത. ഫിലിപ്പച്ചാൻ്റെ പ്രാർത്ഥനയിലൊക്കെ എൻ്റെ മെസ്സേജിൻ്റെ ചില ഭാഗങ്ങൾ അദ്ദേഹം തന്നെ പ്രാർത്ഥനയിൽ അത് എടുത്തു പറയാനിടയായി തീർന്നു. കഥാലാസ് ഇന്നലെയാണ് എന്നോടിങ്ങനെ വചനം ശുശ്രൂഷിക്കണം എന്ന് ആവശ്യപ്പെട്ടത്. എൻ്റെ മനസ്സിൽ ഞാൻ വേറൊരു മെസ്സേജ് ഇങ്ങനെ ധ്യാനിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഇങ്ങനെ ഈ ഒരു സിറ്റുവേഷനിൽ എന്ത് മെസ്സേജ് പറയണമെന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഉള്ളിൽ ഒരു വചനം ഇടപെടുവാനിടയായി തീർന്നു. അപ്പോൾ രണ്ട് വചനങ്ങൾ എൻ്റെ ഹൃദയത്തിനകത്ത് വന്നു. പക്ഷെ രണ്ടും ഏത് ഭാഗത്താണെന്നുള്ള കാര്യം എൻ്റെ ഓർമ്മയിലില്ല. ഞാനതിങ്ങനെ തപ്പിക്കൊണ്ടിരുന്നപ്പോൾ ഇന്ന ഭാഗത്ത് നിന്ന് ആ വചനം എനിക്ക് ലഭിക്കാനിടയായി തീർന്നു. നമുക്ക് ആ വചനം ഇന്ന് പകൽക്കാലം ഒന്ന് വായിക്കാം. 2 കൊരിന്ത്യർ 5-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. അപ്പോസ്തലനായ പൗലോസിൻ്റെ അദ്ദേഹം കടന്നുപോയ വളരെ പെയിൻഫുള്ളായിട്ടുള്ള പാത്വേ, അതിൻ്റെ എക്സ്പീരിയൻസിൽ നിന്നാണ് പരിശുദ്ധാത്മാവ് അദ്ദേഹത്തിന് കൊടുത്ത ഈ ആലോചനയാണ് ഇന്ന് പകൽക്കാലം നമ്മൾ വായിച്ചു കേട്ടത്. കാഴ്ചയാലല്ല വിശ്വാസത്താൽ അത്രേ നടക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അനുഭവമാണ് ഈ ഭാഗത്തിൽ കൂടെ നമ്മൾ ചിന്തിക്കുന്നത്. പൗലോസ് കടന്നുപോയ ചില വഴികൾ ഞാനിങ്ങനെ മനസ്സിലാക്കുന്ന, നമ്മൾ ഈ ഗെയിമുണ്ടല്ലോ, കുഞ്ഞുങ്ങൾ ഗെയിം കളിക്കത്തില്ലേ, ഒരു എൻട്രി ലെവല്, പിന്നെന്താ അഡ്വാൻസ് ലെവല്, ഇൻ്റർമീഡിയറ്റ് ലെവല്, ഈ ഓരോ ലെവല് കഴിയും തോറും വളരെ ടഫാക്കിക്കൊണ്ടേയിരിക്കും. നമ്മൾ ആ വിജയത്തിലെത്താൻ വേണ്ടിയിട്ട് നമ്മുടെ ആ ലെവല് ഒന്നുകൂടെ ഹാർഡാക്കും, ഒന്നുകൂടെ കഠിനമാക്കും. അപ്പം അതിൻ്റെ അവസാനം നമുക്കൊരു വിക്ടറിയാണ്. സ്തോത്രം. അപ്പം നമ്മുടെ ജീവിതത്തിൽ പ്രതികൂലങ്ങളും പ്രയാസങ്ങളും കടന്നു വരുമ്പോൾ പൗലോസ് പറയുന്നു, ഞങ്ങളുടെ സാഹചര്യങ്ങളൊക്കെ വളരെ മോശമാണ്, ഞങ്ങൾ കടന്നു പോകുന്ന വഴികൾ മോശമാണ്, ഞങ്ങൾ വളരെ ഇടുക്കവും ഞെരുക്കവും ഉള്ളവരാണ്. ഞങ്ങളുടെ ഈ സുവിശേഷ വേല, പൗലോസ് കൊരിന്ത്യ ലേഖനം 1 കൊരിന്ത്യർ 4-ാം അധ്യായം എഴുതുമ്പോൾ ഇങ്ങനെ വായിക്കുന്നു, ഞങ്ങൾ മരണവിധിയിൽ ഉൾപ്പെട്ടവരെ പോലെ ഞങ്ങളെ നിർത്തുന്നു. സ്തോത്രം. 2 കൊരിന്ത്യർ 4-ാം അധ്യായം 1 കൊരിന്ത്യർ 4-ാം അധ്യായം. ഞാൻ എൻ്റെ മനസ്സിൽ കൂടെ പെട്ടെന്ന് ആ ഭാഗം വന്നുകൊണ്ടാണ് പറയുന്നത്. 1 കൊരിന്ത്യർ 4-ാം അധ്യായത്തിൽ അതിൻ്റെ 9-ാമത്തെ വാക്യം. ഞങ്ങളൊരു കൂത്തുകാഴ്ചയായി തീർന്നിരിക്കുന്നു. സ്തോത്രം. അപ്പോസ്തലന്മാരായ ഞങ്ങളെ ഒടുക്കത്തെ മരണവിധിയിൽ ഉൾപ്പെട്ടവരെ പോലെ നിർത്തിയിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഏതു സമയവും മരണം സംഭവിക്കാം. ഒരു തൂക്കിക്കൊല്ലാൻ വിധിക്കപ്പെട്ട ഒരു വ്യക്തിയുടെ അനുഭവമാണ് പൗലോസ് ഇവിടെ ഷെയർ ചെയ്യുന്നത്. ഏതു സാഹചര്യത്തിലും ഞങ്ങളെ നോക്കിയാൽ ഞങ്ങൾ മരണത്തിന് വിധിക്കപ്പെട്ടവരായി നിൽക്കുന്ന ഒരവസ്ഥയാണ്. അതുകൊണ്ട് പൗലോസ് ഈ ഭാഗത്തിൽ കൂടെ തങ്ങളുടെ വിശ്വാസം ഡിക്ലെയർ ചെയ്യുകയാണ്. നമ്മുടെ ഫെയ്ത്ത് എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിലിരിക്കുമെന്നുള്ളതല്ല, അത് നമ്മൾ വിളിച്ചു പറഞ്ഞത് ആക്ടിവേറ്റ് ചെയ്യണം. ഞാൻ ആ ഭാഗമാണ് എൻ്റെ മനസ്സിൽ കൂടെ ചിന്തിക്കാനിടയായി തീർന്നത്. ഞാൻ ഇതിൻ്റെ സന്ദർഭത്തിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് തൊട്ട് മുമ്പിൽ 2 കൊരിന്ത്യർ 4-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. ഞാൻ വിശ്വസിച്ചു, അതുകൊണ്ട് സംസാരിച്ചു,
എന്ന് എഴുതിയിരിക്കുന്നത് പോലെ വിശ്വാസത്തിന്റെ അതേ ആത്മാവ് ഞങ്ങൾക്കുള്ളതിനാൽ ഞങ്ങളും വിശ്വസിക്കുന്നു, അതുകൊണ്ട് സംസാരിക്കുന്നു. ഇന്ന് പകൽക്കാലം വിശ്വാസം എന്ന് പറയുന്നത് ദൈവമക്കളെ നാം സംസാരിക്കുകയും കൂടെ ചെയ്യണം. നാം വിശ്വസിക്കുന്നത് സംസാരിക്കണം. അതാണ് പൗലോസ് പറയുന്നത്. വിശ്വാസത്തിന്റെ അതേ ആത്മാവ് ഞങ്ങൾക്കുള്ളതിനാൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾ വിശ്വസിക്കുക മാത്രമല്ല, ഞങ്ങൾ വിശ്വസിക്കുന്നത് ഉറക്കെ വിളിച്ചു പറയുന്നു. ഈ ഭാഗം കോട്ട് ചെയ്തിരിക്കുന്നത് 116:10. നമ്മൾ ഒത്തിരി പ്രാർത്ഥിക്കുന്നവരാണ്, ദൈവത്തിൽ ഒത്തിരി കരയുന്നവരാണ്. നമ്മുടെ സങ്കടങ്ങളൊക്കെ ദൈവസന്നിധിയിൽ കരഞ്ഞ് കരഞ്ഞ് തീർക്കാറുണ്ട്. എന്നാൽ ഇന്ന് പകൽക്കാലം നമ്മൾ സ്വയം പരിശോധന നടത്തണം. ഈ പ്രശ്നത്തിൻ്റെ നടുവിൽ നമ്മൾ എത്ര പേർ വിശ്വാസം ഡിക്ലെയർ ചെയ്യുന്നുണ്ട്? സ്തോത്രം. ഒത്തിരി ഉദാഹരണങ്ങൾ പറയാനുണ്ട്. നമുക്കെല്ലാം അറിയാം. നമുക്ക് ദൈവവചനത്തിൻ്റെ ആഴങ്ങളൊന്നും ഇനി നിങ്ങളെ പഠിപ്പിക്കേണ്ടതായിട്ട് ആവശ്യമില്ല. നമുക്കറിയാമല്ലോ, കനാൻ ദേശം ഒറ്റുനോക്കാൻ 12 പേര് പോയതിൽ 10 പേരും സഭയ്ക്കെതിരായിരുന്നു, മെജോറിറ്റിയും എതിരായിരുന്നു. അവരുടെ യാത്രയ്ക്ക്, അവരുടെ വിശ്വാസത്തിന് എതിരായിരുന്നു 10 പേര്. പലപ്പോഴും നമ്മുടെ വിശ്വാസത്തിന് പലപ്പോഴും പലരും എതിരായിട്ട് വരും. നമ്മളുള്ള ദൈവത്തിൻ്റെ വാക്തത്വങ്ങൾക്കെതിരായിട്ട് പലരും എഴുന്നേൽക്കും. ചിലപ്പോൾ നമ്മൾ 1-2 പേരെ വിശ്വാസത്തിൽ പറയാനായിട്ട് കാണത്തുള്ളൂ. 10 പേരും സഭയ്ക്കെതിരെ ദുർവർത്തമാനം പറഞ്ഞു, ദുഷിച്ച വർത്തമാനം പറഞ്ഞു. അവരെ അധൈര്യപ്പെട്ടു പോയി. പക്ഷെ 2 പേർ, കാലേബും യോശുവയും, അവർ പറഞ്ഞു നമുക്കതിനെ അവകാശമാക്കുവാൻ പറ്റും, നമുക്കതിനെ ജയിക്കുവാനായിട്ട് കഴിയും. അതുകൊണ്ട് കാലേബിനെ കുറിച്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സംഖ്യാപുസ്തകം 14-ാം അധ്യായത്തിൽ എഴുതി വച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: എൻ്റെ ദാസനായ കാലേബോ, അവന് വേറൊരു സ്വഭാവമുള്ളത് കൊണ്ട്, അവൻ എന്നോട് പൂർണ്ണമായി പറ്റി നിന്നതുകൊണ്ടും, ഞാൻ അവന് പറഞ്ഞിരിക്കുന്ന അവകാശം പറഞ്ഞ് അത് ഞാൻ അവകാശമായി കൊടുക്കും. അവന് മാത്രമല്ല, അവൻ്റെ സന്തതിക്ക് ഞാൻ കൊടുക്കും. സ്തോത്രം. വാക്തത്വമുണ്ട്. വാക്തത്വം പ്രാപിക്കണമെങ്കിൽ നമുക്ക് യുദ്ധം ആവശ്യമാണ്. വെറുതെ നമ്മൾ വാക്തത്വം ലഭിക്കുകയില്ല. വാക്തത്വം പറയുകയും സംസാരിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ മുമ്പിൽ ചില യുദ്ധങ്ങൾ വരുവാനുള്ള സാധ്യതകളുണ്ട്. യോശുവയും 20 വയസ്സിന് താഴെയുള്ളവരും അക്കരെ കടന്നു. വാഗ്ദത്ത ദേശത്തെ അവർ വെട്ടിപ്പിടിക്കാനിടയായി യുദ്ധം ചെയ്തു. ജാതികൾക്കെതിരായി യുദ്ധം ചെയ്ത് അവർ വെട്ടിപ്പിടിച്ചു. അപ്പൊ യുദ്ധമുണ്ട്, ദൈവമക്കൾക്ക് യുദ്ധമുണ്ട്. അതുകൊണ്ടാണ് പൗലോസ് തീമോഥെയോസിന് ലേഖനം പറയുന്നു, ക്രിസ്തു യേശുവിന്റെ നല്ല ഭടനായി നീ അവനോട് കഷ്ടം സഹിക്കുക. ഒരു ദിവസം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് പെട്ടെന്ന് ഈ വചനം എൻ്റെ ഉള്ളകത്തോട്ട് പരിശുദ്ധാത്മാവ് തന്നു. നീ ക്രിസ്തു യേശുവിന്റെ നല്ല ഭടനായി എന്നോടുകൂടെ കഷ്ടം സഹിക്കുക. സ്തോത്രം. ഹല്ലേലൂയ. നമുക്കിവിടെ പൗലോസ് പറയുകയാണ്, ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾ വിശ്വസിക്കുക മാത്രമല്ല, ഞങ്ങളത് സംസാരിക്കുകയും കൂടെ ചെയ്യും. ഈ ഭാഗം പൗലോസ് കൂട്ടിയൊരു 116 സങ്കീർത്തനം 10-ാമത്തെ വാക്യമാണ്. ഒന്ന് വായിച്ചാട്ടത്. 116-ന്റെ 10-ാമത്തെ വാക്യം. സാംസ്. ഞാൻ വലിയ കഷ്ടതയിൽ ആയി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ ഒന്ന് എടുത്തോട്ടെ. അപ്പോൾ ഒരു വലിയ അഫ്ലിക്ഷൻ തൻ്റെ ജീവിതത്തിൽ, ദാവീദിന്റെ ജീവിതത്തിൽ വരുന്നപ്പോൾ ദാവീദ് വിശ്വസിച്ചു. എന്താ വിശ്വസിച്ചേ? തൊട്ട് മുമ്പത്തെ വാക്യം, തൊട്ട് 9-ാമത്തെ വാക്യം. ഞാൻ ജീവനുള്ള ദേശത്തെ യഹോവയുടെ മുമ്പാകെ നടക്കും. നമുക്ക് എത്രവർക്ക് പറയാൻ കഴിയും? മരണത്തിന്റെ താഴെ കൂടെ കടന്നു പോകുമ്പോൾ, പ്രതിസന്ധിയിൽ കൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് വിശ്വാസം ഡിക്ലെയർ ചെയ്യണം. ദാവീദ് ഡിക്ലെയർ ചെയ്യുകയാണ്, ഫെയ്ത്ത് ആക്ടിവേറ്റ് ചെയ്യുകയാണ്. അവിടെ ദാവീദ് വിളിച്ചു പറയുകയാണ്, ഞാൻ ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ മുമ്പാകെ നടക്കും. എന്താ ദാവീദിന്റെ ജീവിതത്തിൽ? അതിന് തൊട്ട് മുമ്പിലത്തെ വാക്യം, ഹല്ലേലൂയ സ്തോത്രം, 3-ാമത്തെ വാക്യം തൊട്ട് നമുക്കൊന്ന് വായിക്കാം, പെട്ടെന്ന് വായിക്കാം. മരണഭാഷകളെ ചുറ്റി ഞാൻ മരണത്തിന്റെ അവസ്ഥയിൽ കൂടെ ഞങ്ങൾ കടന്നുപോയി. അടുത്ത പാതാള വേദനകൾ എന്നെ പിടിച്ചു.
അന്ന് പാതാളമാണ്, പാതാളം. സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ. ആ പാതാളത്തിൽ ഇരുന്നവരെയും കൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തു മരിച്ച്, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, കല്ലറകളിൽ പോയപ്പോൾ അവിടെ ആത്മാക്കളെ ഞാൻ ബദ്ധന്മാരെ പിടിച്ചുകൊണ്ട് ഉയരത്തിൽ കയറുന്ന എഫേസ്യ ലേഖനത്തിൽ എഴുതിയിട്ടുണ്ടത്. സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ. അവിടെ പറയുന്നു, എനിക്ക് ആമേൻ പാതാള വേദനയിൽ മരണഭയം ദാവീദിനെ വല്ലാതെ വേട്ടയാടി. അടുത്ത ഭാഗം, അയ്യോ യഹോവേ എൻ്റെ പ്രാണൻ രക്ഷിക്കണമേ. ഞാൻ കർത്താവിനോട് വിളിച്ചപേക്ഷിച്ചു. അടുത്ത വാക്യം, ആമേ യഹോവേ നീ കൃപയും നീതിയും ഉള്ള. ഇന്ന് പകൽക്കാലം നമ്മൾ ഈ സാഹചര്യത്തിലൊക്കെ കടന്നു പോകുമ്പോൾ കർത്താവ് നീതിയും കൃപയും ഉള്ളവനാണെന്ന് നമ്മുടെ വായി കൊണ്ട് നമ്മൾ കൺഫസ് ചെയ്യണം. അബ്രഹാം അതാണ് ചെയ്തത്. റോമാലേഖനം 4-ാം അധ്യായം, ആമേൻ, ഹല്ലേലൂയ, അതിന് ഞാൻ എടുക്കുന്നില്ല. സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ. വലിയ പ്രതിസന്ധി കൂടെ കടന്നു പോകുമ്പോൾ അബ്രഹാം ദൈവത്തിന് മഹത്വം കൊടുത്തു. സ്തോത്രം, ആമേൻ. ഇങ്ങനെ വാഗ്ദത്തത്തിൽ, ദൈവത്തിന്റെ വാഗ്ദത്തത്തിൽ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട്, ഈ ദിവസങ്ങളിൽ നമ്മൾ വിശ്വാസത്തിൽ ശക്തിപ്പെടണം. ഇന്നത്തെ പകൽക്കാലം പരിശുദ്ധാത്മാവ് എൻ്റെ നാവിൽ കൂടെ നിങ്ങളോട് സംസാരിക്കുന്ന ഇതാണ്, ആമേൻ. വിശ്വാസത്തിൽ നാം ശക്തിപ്പെട്ടേ മതിയാകത്തുള്ളൂ. വിശ്വാസത്തിൽ ശക്തിപ്പെട്ടെങ്കിൽ മാത്രമേ നമുക്ക് യുദ്ധം ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ആമേൻ. വിശ്വാസത്തിൽ ശക്തിപ്പെട്ടെങ്കിൽ മാത്രമേ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ നമുക്ക് പ്രാപിക്കുവാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ, സ്തോത്രം. വിശ്വാസത്തിൽ ശക്തിപ്പെട്ട്, ആമേൻ, ദൈവത്തിനും മഹത്വം കൊടുത്തുകൊണ്ടിരുന്നു. വാഗ്ദത്തം ചെയ്തവൻ, ആമേൻ, അവൻ വിശ്വസ്തനെന്ന് പൂർണ്ണമായി ഉറച്ചു. കാഴ്ചകൾ മോശമാണ്. കാഴ്ചയിൽ നോക്കിയാൽ എല്ലാം മോശമാണ്. ഒരു സാഹചര്യങ്ങളുമില്ല, എല്ലാം ഡ്രൈനസ് ആണ്. സാറയുടെ ഗർഭപാത്രം നിർജ്ജീവമായിരിക്കണം. മെഡിക്കൽ സയൻസ് അനുസരിച്ച്, ആമേൻ, ആ പ്രായത്തിൽ ഒരു കുഞ്ഞുണ്ടാകുന്നത് ഇമ്പോസിബിൾ ആണ്. സ്തോത്രം. നമുക്ക് എത്ര പേർക്ക് ഇന്ന് പകൽക്കാലം ഈ വിശ്വാസത്തിന്റെ ലെവലിലേക്ക് നമ്മൾ, ആമേൻ, വരുവാനായിട്ട് കഴിയും? നമ്മൾ വെറുതെ വിളിച്ചു പറയുകയല്ല, വിശ്വാസത്തോടെ വിളിച്ചു പറയുവാനായി. കാഴ്ച മോശമാണ്. പൗലോസ് പറയാണ്, ഞങ്ങളിത് നടക്കുന്നത് കാഴ്ചയാലല്ല. കാരണം കാഴ്ചയാൽ നടന്നാൽ നാം അധൈര്യപ്പെട്ടു പോകും. ഈ നമ്മളിങ്ങനെ വരുന്നതായിട്ടുള്ള പെയിൻഫുൾ സിറ്റുവേഷനിൽ നമുക്ക് നിൽക്കുവാനായിട്ട് കഴിയത്തില്ല. അതുകൊണ്ട് ഞാൻ ഒരു തീരുമാനമെടുക്കുകയാണ്. ഇനി ഞാൻ കാണുന്ന ഒന്നുമല്ല ഞാൻ ഇനി വിശ്വസിക്കുന്നത്. സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. നമുക്ക് 60-ാം സങ്കീർത്തനത്തിൽ ഒരു ഭാഗം, 1-2 ഭാഗം കൂടെ ചിന്തിക്കാം. സ്തോത്രം. ദാവീദിന്റെ ജീവിതത്തിൽ ദാവീദ് ഫെയ്ത്ത് ആക്ടിവേറ്റ് ചെയ്യുന്ന ഒരാളായിരുന്നു. അതാണ് ദാവീദിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നത്. ദാവീദ് വിശ്വാസം ഡിക്ലെയർ ചെയ്യുന്ന ഒരാളാണ്. സ്തോത്രം. ദാവീദ് മരണഭാഷകളിലൂടെ കടന്നുപോയപ്പോൾ ദാവീദ് വിളിച്ചു പറഞ്ഞു, ഞാൻ ജീവനുള്ള ദേശത്തെ യഹോവയുടെ മുമ്പാകെ നടക്കും. ആ വലിയ കഷ്ടതയിൽ ദാവീദ് പറഞ്ഞു, അത് വിശ്വസിച്ചു. ദാവീദിനെ മരണത്തിന് താഴും ദൈവം വിടുവിച്ചു. ദൈവത്തിന് മഹത്വം കൊടുത്തു. അത് നമ്മൾ വായിച്ച 116-ാം സങ്കീർത്തനത്തിൽ നമ്മൾ വായിച്ചേ. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ അത് വന്നിട്ട് 60-ാം സങ്കീർത്തനത്തിൽ പെട്ടെന്ന് പോകാം. സ്തോത്രം. 116-ന്റെ 7-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ആമേൻ, ഈ നമ്മളെപ്പോഴും നമ്മുടെ അകത്ത് നിന്ന് നമ്മുടെ ജഡം ചിലപ്പോൾ എപ്പോഴും നെഗറ്റീവേ പറയത്തുള്ളൂ. ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ? ഏത് സാഹചര്യത്തിലും നമ്മുടെ ജഡം എപ്പോഴും നെഗറ്റീവായിരിക്കും. അതുകൊണ്ട് റോമാലേഖനം പൗലോസ് എഴുതുന്ന, ജഡത്തിൻ്റെ ചിന്തയോ ദൈവത്തോട് ശത്രുത്വമാകും. നമ്മുടെ ചിന്ത, ജഡത്തിൻ്റെ ചിന്ത, ആമേ, പലപ്പോഴും ദൈവിക പദ്ധതികൾക്ക് വിരോധമായിരിക്കും, അത് ശത്രുവായിരിക്കും. അതുകൊണ്ട് ആദ്യം ദാവീദ് ചെയ്ത്, ദാവീദിന്റെ മനസ്സിനോട് തന്നെ ദാവീദ് തന്നെ പറയുക, എൻ മനമേ നീ സ്വസ്ഥമായിരിക്കുക. സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ സാരി വരുമ്പോൾ നമ്മുടെ അകത്ത് പറയും, നടക്കാൻ പോകുന്നില്ല. പിശാച് ഇങ്ങനെ പ്രൊവോക്ക് ചെയ്യും നമ്മളെ. നമ്മുടെ ജഡം ഇങ്ങനെ പറയും, നടക്കാൻ പോകുന്നില്ല, സാധ്യതയില്ല. നമ്മുടെ ജഡം അങ്ങനെയാണ്. ഈ ഫ്ലഷ് അങ്ങനെയാണ് അത് ബിൽറ്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ നേച്ചർ അതാണ്. ഇതിനകത്തൊന്നുമില്ല. സ്തോത്രം.
ജഡം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ജഡത്തിന്റെ ചിന്തകൾ ദൈവത്തിനോട് ശത്രുത്വമാണ്. ഒരിക്കലും അത് വിശ്വാസത്തിന് അനുകൂലമല്ല. സ്തോത്രം. അതുകൊണ്ട് ദാവീദ് ആദ്യം തന്റെ മനസ്സിനോട് തന്നോട് തന്നെ പറയുക, നീ ഒന്നടങ്ങേ, ഈ മരണത്തിൽ നിന്ന് ഞാൻ ജയിക്കും, ഞാൻ ദൈവത്തിന്റെ മുമ്പാകെ നടക്കും. വിളിച്ചു പറഞ്ഞു. ദാവീദിന്റെ യുദ്ധങ്ങളുടെ എല്ലാം പ്രധാന കാരണം ദാവീദ് വിശ്വാസം വിളിച്ചു പറയുന്ന ഒരു വ്യക്തിയായിരുന്നു. അതാണ് ഞാൻ 60 സങ്കീർത്തനം പെട്ടെന്നൊന്ന് വായിക്കാം. അതിൻ്റെ 60 സങ്കീർത്തനം അതിൻ്റെ 8-ാമത്തെ വാക്യം. മോവാബ് എന്ന് പറയുന്ന ജാതീയ ദേശത്തെക്കുറിച്ച്, ആ സ്ഥലത്തെക്കുറിച്ച് ദാവീദ് വിളിച്ചു പറയാം, മോവാബ് എനിക്ക് കഴുകുവാനുള്ള വട്ടക, എൻ്റെ വാഷ് ബേസിനാണ്. ഞാൻ എൻ്റെ സാധന സാമഗ്രികളെല്ലാം കഴുകുവാനുള്ള ഒരു സ്ഥലമായിട്ടവരെ കാണുകയാണ് ദാവീദ് വിശ്വാസത്താൽ. മോവാബ് എനിക്ക് കഴുകുവാനുള്ള ഒരു വാഷ് ബേസിന്, ഒരു വട്ടകയാണ്. അടുത്ത ഭാഗം. ഏദോം എന്ന് പറയുന്ന ദേശത്തിന്മേൽ ഞാൻ എൻ്റെ ചെരുപ്പ്, എൻ്റെ ഷൂ, ഐ വിൽ ത്രോ മൈ ഷൂ ഇൻ ടു ഏദോം. ഏദോം എന്ന് പറയുന്നത് യേശാവിൻ്റെ വംശക്കാരാണ്. എൻ്റെ ഷൂ എറിയും. നമ്മൾ അങ്ങനെ ഒരു 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 വളരെ ഒരു ലോ പ്രൊഫൈലല്ലേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നത്. നമ്മുടെ ഷൂ എടുത്ത് എറിയുമെന്ന് പറയുന്നത്, സ്തോത്രം, അത്ര മോശം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ സ്ഥലത്തെ കീഴടക്കും. അതുപോലെ തന്നെ സംഭവിക്കുകയാണ്. 1 ശമൂവേൽ 2 ശമൂവേൽ 8-ാമത്തെ വാക്യം വേഗം വായിക്കാം, സമയം കടന്നു പോകും. 2 ശമൂവേൽ 8-ാം അധ്യായം. ആ ആ ആ 8-ാമത്തെ മോവാബിയരെ തോൽപ്പിച്ചു. മോവാബിയരെ കുറിച്ച് പറഞ്ഞു, മോവാബ് എനിക്ക് കഴുകുവാനുള്ള വട്ടക, ദാവീദ് വിളിച്ചു പറയുകയാണ്. അവരെ ഡിഫീറ്റ് ചെയ്തു. നമ്മൾ ആരാധിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, കരയുന്നു, പക്ഷേ നമ്മൾ എത്ര പേർ വിശ്വാസം ഡിക്ലെയർ ചെയ്ത് പ്രാർത്ഥിക്കുന്നുണ്ട്? നമ്മൾ വിശ്വസിച്ച വിശ്വാസം നമ്മൾ എന്നും സംസാരിക്കുന്നവരായി തീരണം. അതാണ് റോമാലേഖനം 9-ാം അധ്യായത്തിൽ നമ്മൾ രക്ഷാവാചകമായിട്ട് പറയുമ്പോൾ പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട്. റോമാലേഖനം അതിൻ്റെ സ്തോത്രം 10-ാം അധ്യായം 9-ാമത്തെ വാക്യം രക്ഷാവാചകമായിട്ട് നമ്മൾ പറയുന്നൊരു കാര്യമുണ്ട്. 9-ഉം 10-ഉം പെട്ടെന്നൊന്ന് വായിക്കാം. യെസ്, ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായ് കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യണം. രക്ഷ നമ്മൾ അന്ന് ചൊല്ലിയത് ഇന്ന് വരെ പിന്നെ രക്ഷ പറഞ്ഞിട്ടില്ല. നമ്മൾ സ്നാനപ്പെടുന്നതിന് മുമ്പ് എങ്ങാണ്ട് ഒരു വട്ടം പറഞ്ഞതാ, പിന്നെ ആരെങ്കിലും ഇത് പറഞ്ഞിട്ടുണ്ടോ? സ്തോത്രം, ഹല്ലേലൂയ. നമ്മുടെ പ്രയാസഘട്ടങ്ങളിൽ, പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമ്മൾ വിളിച്ചു പറയണം, ഹല്ലേലൂയ, സ്തോത്രം, എനിക്ക് വേണ്ടി കർത്താവ് ഇന്നും ജീവിക്കുന്നത് കൊണ്ട് ഞാനും ജീവിക്കുന്നു. എനിക്ക് വേണ്ടി അങ്ങ് മരിച്ചത് കൊണ്ട് ആമേൻ, ഞാൻ നിനക്ക് വേണ്ടി ഹല്ലേലൂയ അങ്ങയുടെ ക്രൂശിൽ എന്നെ തന്നെ ഏൽപ്പിച്ച് ഞാനും മരിക്കുന്നു. അങ്ങ് മരിച്ചത് കൊണ്ട് ഞാനും മരിക്കുന്നു. അതാ പൗലോസ് പറഞ്ഞ ഗലാത്യ ലേഖനം 2:20 വിളിച്ചു പറഞ്ഞ. അതുകൊണ്ടാണ് ഞാനോ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ക്രിസ്തു യേശുവിങ്കലുള്ള വിശ്വാസത്താൽ അത്ര ഞാൻ ജീവിക്കുന്നു. അവിടെ എല്ലാം പൗലോസിന്റെ ഫെയ്ത്ത് ഡിക്ലെയർ ചെയ്യാണ്. ഇവിടെ ദാവീദ് ഫെയ്ത്ത് ആക്ടിവേറ്റ് ചെയ്യുകയാണ്. സ്തോത്രം, ഹല്ലേലൂയ. നമ്മൾ റോമാലേഖനത്തിൽ വായിച്ച ഞാൻ രക്ഷയ്ക്കായി വായ് കൊണ്ട് ഏറ്റു പറയാം. നമ്മൾ കൺഫസ് ചെയ്യണം. സാൽവേഷൻ എന്ന് പറയുന്നത് കൺഫസിലാണ്. നമ്മുടെ ഹൃദയത്തിനകത്ത് വെച്ചിരിക്കുന്നതല്ല രക്ഷ എന്ന് പറയുന്നത്. അത് നമ്മൾ വായ് കൊണ്ട് കൺഫസ് ചെയ്യുമ്പോഴാണ് ആ രക്ഷയിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത്. എൻ്റെ മെസ്സേജ് അതല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് മടങ്ങി വരുന്നു. ശമൂവേലിൻ്റെ പുസ്തകത്തിലേക്ക് നമ്മൾ മടങ്ങി വരുന്നു. സ്തോത്രം ചെയ്യാം. എന്നിട്ട് അവിടെ അതിൻ്റെ 14-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ ഈ കാര്യം ഓർമ്മ വരണം. ഞാൻ മോവാബിന് കഴുകുവാനുള്ള വട്ടക, ഏദോമിൽ ഞാൻ അവൻ്റെ ചെരുപ്പറിയും. നോക്കിയേ 14-ാമത്തെ വാക്യം, 2 ശമൂവേൽ 8:14. ഏദോമിൽ കാവൽ പട്ടാളങ്ങളെ ആക്കി.
ആ ഏദോമിനൊക്കെ ദാസന്മാരായി തീർന്നവനെ ചെരുപ്പെടുത്തു കൊണ്ടുപോകുന്ന ആൾക്കാരായി മാറി. ഏദോമിൽ ഞാൻ എൻ്റെ ചെരുപ്പെറിയും. അവർ ദാസന്മാരായി തീർന്നു. ഹല്ലേലൂയ, സ്തോത്രം. വിശ്വാസത്തെ ഡിക്ലെയർ ചെയ്യണം. നമ്മൾ ഈ സ്ഥലത്തെ അവകാശമായി പറയുമ്പോൾ നമ്മളത് വാഗൊണ്ട് ഡിക്ലെയർ ചെയ്യണം. യുദ്ധങ്ങൾ വന്നെന്നിരിക്കാൻ പതറിപ്പോകരുത്. നമുക്ക് അവസാനം വിജയമുണ്ട്. നമുക്കാണ് ജയമുള്ളത്. കോരിന്തിൽ വന്ന പൗലോസ് വന്നപ്പോൾ അന്ന് രാത്രി അനേകർ വിശ്വസിച്ച് സ്നാനപ്പെട്ടു. പക്ഷെ പൗലോസ് അന്ന് രാത്രി ഭയങ്കരമായി ഭയപ്പെട്ടു പോയി. കാരണം അവിടെ പെർസിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്തു. അന്ന് രാത്രി പൗലോസിനോട് കർത്താവ് തൻ്റെ പ്രാർത്ഥനയിൽ കടന്നു ഇപ്രകാരം പറഞ്ഞു, പൗലോസേ, നീ ഭയപ്പെടാതെ പ്രസംഗിച്ചോണം. ഈ കോരിന്തിൽ അനേകം ആൾക്കാരുണ്ട്. എനിക്ക് ഈ സെന്റ് ജോണിൽ അനേകം ആൾക്കാർ യേശുവിനുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ പ്രാർത്ഥിക്കാത്ത നിത്യജീവനായി നിയമിക്കപ്പെട്ട ആരെങ്കിലും അങ്ങ് കണ്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ മുമ്പിലേക്ക് വരുത്തണമേ. നമ്മൾ അങ്ങനെ ഒരു ഫെയ്ത്ത് ആക്ടിവേറ്റ് ചെയ്ത് നമ്മൾ പ്രാർത്ഥിച്ചാട്ടെ. നമ്മുടെ ഫെയ്ത്ത് ആ ലെവൽ ആക്ടിവേറ്റ് ചെയ്യണം. നമ്മൾ ഫെയ്ത്ത് ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പർപ്പസിലേക്ക് നീങ്ങുമ്പോൾ അതിനെതിരായി പിശാച് പല തന്ത്രങ്ങളിട്ട് നമ്മളെ ഡിസ്ട്രസ് ചെയ്യുവാനിടയായിത്തീരും. ഡിസ്ട്രസ് കൊണ്ടുവരും, ഡിസ്ട്രാക്ഷനും കൊണ്ടുവരും. നമ്മുടെ ഏകാഗ്രതയെ തകർത്തു കളയുന്ന സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. നാം പതറിപ്പോകരുത്. പൗലോസ് പറഞ്ഞ, ഞങ്ങൾ ഈ കാഴ്ചകളൊന്നും ഞങ്ങൾ നോക്കുന്നേയില്ല. സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. ഞങ്ങളിങ്ങനെ സംസാരിക്കുകയാണ്. അതാ ദാവീദ് ചെയ്തേ, എൻ്റെ ദൈവത്താൽ ഞാൻ ഈ മതിൽ ചാടിക്കടക്കും, നീ ഞങ്ങളുടെ ദൈവത്തെ കത്തിക്കും. നമുക്കത് പറയുവാനായി കഴിയണം. നമ്മളൊക്കെ എത്രയോ അനുഭവങ്ങൾ കൂടെ കടന്നു വന്നവരാണ്. നമ്മൾ ജയിക്കുവാനായി ജയിച്ചവരാണ്. അതാണ് കർത്താവ് പറഞ്ഞേ, ഈ ലോകത്തിൽ കഷ്ടമുണ്ടെങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ഈ ലോകത്തെ ജയിച്ചിരിക്കുന്നു. യോഹന്നാൻ സുവിശേഷം വരുമ്പോൾ പറയുന്നത് അങ്ങനെയാണ്. പക്ഷേ യോഹന്നാൻ ലേഖനം ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞു, ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം തന്നെ. ഹല്ലേലൂയ, സ്തോത്രം. സാഹചര്യങ്ങൾ വളരെ മോശമായിരിക്കാം, പ്രതികൂലങ്ങൾ കണ്ടിരിക്കാം, രോഗം വന്നിരിക്കാം. അവിടെയൊക്കെ വിശ്വാസം നമ്മൾ ഡിക്ലെയർ ചെയ്ത് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. അവിടെ നമുക്ക് വേണ്ടി ഇറങ്ങി വരുന്നൊരു കർത്താവുണ്ട്. അവിടെ നമുക്ക് വേണ്ടി കർത്താവ് ഇറങ്ങിയില്ലെങ്കിൽ നമ്മുടെ വിശ്വാസം വ്യർത്ഥം. അങ്ങനെയെങ്കിൽ നമ്മൾ ഈ ബൈബിൾ മടക്കി വെക്കും. എന്നാൽ ഞാൻ വിശ്വസിക്കുന്നു നമുക്ക് വേണ്ടി ഇറങ്ങി വരുന്നൊരു കർത്താവ്. വിശ്വാസം ഡിക്ലെയർ ചെയ്യണം. തളർന്നു പോകരുത്. നമ്മുടെ ശരീരത്തെ ബലഹീനമാക്കുന്ന പല സംഭവങ്ങളുണ്ടാകാം. ജീവിതത്തിൽ മുന്നോട്ട് യാത്ര ചെയ്യുമ്പോൾ പല പ്രതികൂലങ്ങളും കടന്നു വരാം. അവിടെ ഒന്നും നമ്മൾ അധൈര്യപ്പെട്ടു പോകാതെ, പതറിപ്പോകാതെ, ഇത് ഒരു വിജയത്തിലേക്കുള്ള യാത്രയാണെന്ന് ഇന്ന് പകൽക്കാലം വിശ്വസിച്ചുകൊണ്ട് നിങ്ങളുടെ പ്രതികൂലം വലുതായിരിക്കുമ്പോൾ മനസ്സിലാക്കിക്കോ, നിങ്ങളുടെ വിജയം, നിങ്ങളുടെ വിക്ടറി വലുതാണ്. നമ്മുടെ വിശ്വാസത്തിന്റെ ലെവൽ കർത്താവിനറിയാം. അതനുസരിച്ച് കൊടുക്കത്തുള്ളൂ. ഞാൻ വന്ന അന്ന് നാൾ ഞാൻ അല്പം പറയല്ല, ഇവിടെ എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ സെന്റ് ജോണിന് വേണ്ടി നമ്മളിങ്ങനെ എന്നും പ്രാർത്ഥിക്കും. പ്രാർത്ഥിക്കുന്നതനുസരിച്ച് എൻ്റെ ഉള്ളിൽ നിരാശയാണ് വരുന്നത്. ഇതുവരെ പോസിറ്റീവ് ഒന്നും കാണുന്നില്ല. സ്തോത്രം, ഹല്ലേലൂയ. പലപ്പോഴും പിശാചി ദേശത്തുനിന്ന് തിരിച്ചു കൊണ്ടുപോകാനായിട്ട് നോക്കുന്നുണ്ട്. ഞാൻ ഇന്ന് പകൽക്കാലങ്ങളെ ഡിസ്കറേജ് ചെയ്യാൻ പറയുന്നതല്ല. പല വിഷയങ്ങളിട്ട്, പല പ്രതിസന്ധികളിട്ട്, നിരാശയിട്ട് എങ്ങനെയും മടക്കി കൊണ്ടുപോകുക. ഈ ദേശത്ത് ഓടിക്കുക. അതിനെ പ്രാർത്ഥിക്കുന്നവനെ ഓടിക്കാൻ പദ്ധതിയിടും. നിങ്ങളൊന്നും കണ്ട് ഭയപ്പെടുകയും ചെയ്യരുത്. പറയുന്നത് നെഗറ്റീവായിട്ട് എടുക്കരുത്, ഇതിനെ പോസിറ്റീവായിട്ട് എടുക്കണം. അപ്പൊ പ്രാർത്ഥിക്കുന്നവനെ, ദാനിയേൽ 3 നേരം പ്രാർത്ഥിച്ചു. രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും പ്രാർത്ഥിച്ചു. ദാനിയേൽ ഇത്രയും വിശ്വാസത്തിന്റെ തീഷ്ണതയ്ക്കുമ്പോൾ 122 സംസ്ഥാനങ്ങളുടെ ഗവർണർ ജനറലായിരുന്നു ദാവീദ്. ഇന്ത്യ മുതൽ കൂശ് ദേശം വരെയുള്ള. ഹല്ലേലൂയ, സ്തോത്രം.
അവിടെ ഒന്നും ദാനിയേൽ പതറിപ്പോകുന്നില്ല. രേഖ വിരോധമായി എഴുതിയെന്ന് കണ്ടപ്പോൾ പിന്നെയും മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. നമ്മളാണെങ്കിൽ പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. പ്രതിസന്ധി വരുമ്പോൾ അവിടെ മൈൻഡ് ആകെ ഡിസ്ട്രെസ് ആയിപ്പോകും. ഒരു ഡിസ്കണ്ടന്റ് ജീവിതത്തിൽ കടന്നു വരും. സന്തോഷമില്ലാത്തവരായി മാറും. പക്ഷേ ഹല്ലേലൂയ, സ്തോത്രം, ആമേൻ. നമ്മൾ അതുകൊണ്ട് ഈ ദേശത്ത് നിന്ന് പലപ്പോഴും ആമേൻ പ്രാർത്ഥിക്കുന്നവനെ, പിശാചിനെ യുദ്ധം ചെയ്യുന്നവനെ ഓടിച്ചു കളയുവാനായി പല പദ്ധതികളിടും. അതുകൊണ്ടാണ് പൗലോസ് ആമേൻ ഇങ്ങനെ പറഞ്ഞത്, ഞങ്ങൾക്ക് ഉപദ്രവം ഉണ്ടായാലും ഞങ്ങൾ, അതിൻ്റെ 4-ാമത്തെ ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഹല്ലേലൂയ, സമയം കടന്നുപോയല്ലോ. സ്തോത്രം. ഇതിനെനിക്ക് ഇനി വീട്ടിൽ ചെല്ലുമ്പോൾ കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. ഇവിടെ പറയുകയാണ് പൗലോസ് 2 കൊരിന്ത്യർ 4-ാം അധ്യായത്തിൽ പറയുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. വീണ് കിടക്കുന്നുവെങ്കിൽ ഉപേക്ഷിക്കപ്പെടുന്നില്ല. ആമേൻ. ഞങ്ങൾ 2:4-10 പെട്ടെന്ന് വായിക്കാം, നമുക്ക് നല്ലതാ. കുറച്ച് 2 കൊരിന്ത്യർ 4-ാം അധ്യായം അതിൻ്റെ ഹല്ലേലൂയ, സ്തോത്രം 7, 8, 9 വായിച്ചാട്ടെ. സ്തോത്രം. ഇനി തൊട്ട് നിങ്ങൾ പ്രിയമുള്ള ദൈവമക്കളെ വിശ്വാസം ഡിക്ലെയർ ചെയ്യുന്നു. കുഞ്ഞുങ്ങളെല്ലാം ഫെയ്ത്ത് ഇപ്പോഴേ ആക്ടിവേറ്റ് ചെയ്തോണം. മനസ്സിലാവും. നിങ്ങൾ എന്ത് വിശ്വസിക്കുന്നോ, ദൈവം നിങ്ങളോട് സംസാരിക്കുന്ന വാക്കുകളൊക്കെ അങ്ങ് പ്രാർത്ഥനയിൽ അങ്ങ് ഏറ്റു പറഞ്ഞോണം, വിശ്വസിച്ചോണം. അത് നമ്മൾ കണ്ടിരിക്കും. അത് നമ്മുടെ ജീവിതത്തിൽ വിജയമായി തീരും. പെട്ടെന്ന് വായിച്ചു 7, 8, 9, 10. അത് ഞങ്ങളുടെ ഈ ശക്തി ഞങ്ങളുടെ സ്വന്തമൊന്നുമല്ല. ഞങ്ങൾക്ക് ഈ ശക്തി ഞങ്ങളുടേതല്ല. അടുത്ത ഭാഗം, ഞങ്ങൾ സകല വിധത്തിൽ നോക്കിയ ഒരു അപ്പോസ്തലനെ പൗലോസ് പറയുകയാണ്, ഞാൻ കഷ്ടമാണ്. വെളിപ്പാടിന് ഒരു കുറവില്ല, ദർശനങ്ങൾ കുറവില്ല. 14 ലേഖനങ്ങൾ എഴുതി ലോകത്തെ കീഴ്മേൽ മറിച്ച പൗലോസ് പറയാണ്, സകല വിധത്തിലും കഷ്ടം സഹിക്കുന്നു. ബാംഗ്ലൂരിൽ ഒരു ദൈവാസ ഈ പൗലോസ് അപ്പോസ്തലന്റെ ഈ മനുഷ്യൻ ഇവിടെ ഉടുക്കുവാൻ തുണിയില്ല. 4-ാം അധ്യായം എഴുതുമ്പോൾ ഇങ്ങനെ പറയുന്നത്, വിശന്ന് ദാഹിച്ചു, പട്ടിണി കിടന്നു, സ്ഥിരമായിട്ടൊരു ഭവനമില്ല, കുത്തുവാക്കുകൊണ്ട് ശകാരം കേട്ട് മരണവിധിയിൽ ഉൾപ്പെട്ട പൗലോസിന്റെ ചരിത്രമെടുത്ത ഒരാൾ ഡോക്ടറേറ്റ് നേടിയിരിക്കുന്നു. പുള്ളിയുടെ പേരിൻ്റെ അടുത്ത് ഡോക്ടർ മാത്യു തോമസ്, പാസ്റ്റർ എന്നുള്ള ഡോക്ടറായി. പൗലോസിന്റെ ചരിത്രം ഗവേഷണമാക്കി. അദ്ദേഹം എങ്ങനെ കടന്നുപോയെന്ന് അദ്ദേഹത്തിനല്ലേ അറിയത്തുള്ളൂ. സകല വിധത്തിൽ കഷ്ട സഹിക്കുന്നുവെങ്കിലും ഞങ്ങൾ ഇടുങ്ങിയിരിക്കുന്നില്ല. പെട്ടെന്ന് വായിക്കാം. ബുദ്ധിമുട്ടുന്നവരെങ്കിൽ നിരാശപ്പെടുന്നില്ലെന്ന്. ഉപദ്രവം അനുഭവിക്കുന്നവരെങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല. പൗലോസിന്റെ ഉറച്ച തീരുമാനം. നമ്മൾ ഇതൊക്കെ വായിക്കണം, നമ്മൾ വിശ്വസിക്കണം. സ്തോത്രം. പല രാത്രികളിലും പലപ്പോഴും ഞാൻ എന്തിനാ ഇവിടെ വന്നതെന്ന് ഞാൻ നിങ്ങളോട് ദൈവത്തെ പരസ്യമായി പറയുകയാണ്. നിങ്ങൾ ഡിസ്കറേജ് ചെയ്യാൻ പറയുന്നല്ല. എനിക്കൊരു കാര്യം വെളിപ്പെട്ടു. ഹല്ലേലൂയ. പിശാച് യുദ്ധം ചെയ്യുമ്പോൾ അവൻ ഇവിടുന്ന് പല തന്ത്രങ്ങളുമായിട്ട് ഓടിച്ചു വിടാനായിട്ട് നോക്കും. സ്തോത്രം. ഒരിക്കലും ദൈവത്തെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. നമ്മുടെ കഴിവുകളിൽ നമ്മൾ ആശ്രയിക്കരുത്. നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കാം. ഈ കൃപാസനം തുറക്കാൻ കാനഡയല്ല, അമേരിക്കയല്ല, ഇന്ത്യയല്ല, ഒറീസയിൽ ചെന്നാലും നമുക്ക് കൃപാസനം തുറന്നു വരും. അപ്പൊ അവിടെ ആ ദ്വീപിൽ പോയാലും കൃപാസനം തുറക്കും. അവൻ ദൈവത്തിന്റെ പദ്ധതിയാണ്. നാം ഏത് ദേശത്ത് പോയാലും ദൈവം പറഞ്ഞ സ്ഥലത്തേക്ക്, ദൈവം അയച്ച സ്ഥലത്തേക്ക് ആമേൻ ദൈവത്തിന്റെ പദ്ധതിയാണെങ്കിൽ കൃപാസനം കാനഡയില്, US-ൽ, ഓസ്ട്രേലിയയിലല്ല, UK-ലല്ല, പോയാലും തുറക്കുമെന്ന് നമ്മൾ ഇന്ന് പകൽക്കാലം ദൈവത്തെ ഓർപ്പിക്കുന്നു. പൗലോസ് തന്റെ ജീവിതത്തിന്റെ അനുഭവങ്ങൾ നോക്കിയപ്പോൾ ഒന്നുമില്ല. പട്ടിണി. നമുക്ക് പട്ടിണി ഉണ്ടോ? നമുക്ക് അന്നവർക്ക് എന്തോ തിന്നാൻ പോലും ഇല്ല, കുടിക്കാൻ പോലും ഇല്ല. പൗലോസ് പറയുക, എന്തോ എന്തോ കുടിക്കുന്നേ. അവൻ പട്ടിണിയാണ്. മനഃപൂർവ്വം പട്ടിണി കിടന്നല്ല. പോകുന്ന സ്ഥലങ്ങളിൽ ചിലപ്പോൾ അദ്ദേഹത്തിന്റെ മിനിസ്ട്രിക്കാരൻ ചിലപ്പോൾ ഭക്ഷിക്കുവാൻ സമയം, അതുകൊണ്ടാണ് പട്ടിണി. നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. യേശുവിനെ അറിഞ്ഞിട്ട് ദരിദ്രത്തിൽ പോയെന്നുള്ള അർത്ഥത്തിലല്ല പൗലോസ് പറയുന്നത്. അവിടെ പറഞ്ഞത് ആമേ സ്തോത്രം, അദ്ദേഹത്തിന് മിനിസ്ട്രിയോട് മിനിസ്ട്രി ചെയ്ത് ആമേ ആഹാരം കഴിക്കാൻ സമയമില്ല. അങ്ങനെ പട്ടിണി കിടന്നിട്ടുണ്ട്. ഉപദ്രവങ്ങൾ. നമുക്ക് അന്ന്
പണ്ട് നമ്മുടെ അപ്പച്ചന്മാർ 10-100 എൻ്റെയൊക്കെ വല്യപ്പൻ്റെ കാലത്ത് അവർക്ക് എന്തോ തിന്നുന്നു എന്തോ കുടിക്കുക. ഇപ്പം അങ്ങനെയല്ല, എന്തോ തിന്നും. ബർഗർ വേണോ? സ്തോത്രം. ഏതാ ഉടുക്കുന്നത്? ഏത് ഉടുക്കുമ്പോൾ ചുരിദാർ വേണോ, ടോപ്പ് വേണോ, പാൻറ് വേണോ, ജീൻസ് വേണോ? അപ്പം ഇങ്ങനെയുള്ളതായ ഒരു കാലഘട്ടത്തിൽ നമുക്കിതൊരു ബുദ്ധിമുട്ടുമില്ല. നമുക്ക് സമൃദ്ധിയുടെ അനുഭവങ്ങളാണ്. നമ്മൾ കംഫർട്ടിലിരിക്കുകയാണ്. ദൈവം തൻ്റെ പദ്ധതിക്കായിട്ട് ഒരു വ്യക്തിയെ കാണുമ്പോൾ അവൻ്റെ കംഫർട്ട് സോണുകൾ പൊളിച്ചു കളയുവാനിടയുണ്ട്. യോന കുറച്ചു നേരം ഇരുന്ന് ആവണക്കിൻ്റെ അടിയിലൊക്കെ ഇരുന്നൊന്ന് സൂഹിക്കാമെന്ന് വിചാരിച്ച് അവനെ ആവണക്കിലൊരു വെയിലടിച്ചതങ്ങ് ഉണക്കി കളയും. അവൻ്റെ കംഫർട്ട് സോൺ പൊളിച്ചു കളയും. ചില സമയങ്ങളിൽ ദൈവത്തിന് നമ്മളെക്കുറിച്ച് പദ്ധതി ഉണ്ടെങ്കിൽ നമ്മുടെ കംഫർട്ട് സോൺ പൊളിക്കും. യുഎയിൽ ഞങ്ങൾ കംഫർട്ടിലിരുന്നതാ, പൊളിച്ചിവിടെ കൊണ്ടുവന്നു. സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. ചില കംഫർട്ട് സോണുകൾ പൊളിച്ച് അമ്മേ സ്തോത്രം, ചില യുദ്ധങ്ങൾ ജയിക്കുവാൻ ദൈവം നമ്മളെ ഉപയോഗിക്കും. പൗലോസ് പറഞ്ഞ ഞങ്ങൾ കാഴ്ചയാലല്ല വിശ്വാസത്താല, ഞങ്ങൾ വിശ്വാസം ഉള്ളിലല്ല, ഞങ്ങൾ വിശ്വാസം സംസാരിക്കുകയാണ്. അതുകൊണ്ട് ആമേ പൗലോസ് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്, യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് ഞങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ഞങ്ങൾ മരിച്ചു പോയാലും അവിടെ ഞങ്ങൾ എഴുന്നേൽപ്പിച്ചു നിർത്തും. അതാ പൗലോസ് ആമേൻ ഡിക്ലെയർ ചെയ്യുന്ന വിശ്വാസം. ഇതൊക്കെ പോട്ടെ, സ്തോത്രം, പക്ഷെ ഞങ്ങളെ എഴുന്നേൽപ്പിക്കും. അത് പറഞ്ഞിട്ട് 5-ാം തീയതി വരുന്ന കൂടാരമായ ഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്ത നിത്യമായ ഒരു ഭവനം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഈ ഭൂമിയിൽ നഗ്നരായിട്ടല്ല, ഞങ്ങൾ പാർപ്പിടമുള്ളവരാണ്. അത് ഞങ്ങൾ മീതെ ധരിക്കുവാൻ ആഗ്രഹിക്കുന്നു. ആ എറ്റേണൽ വിശ്വാസത്തെ, അതിവിശുദ്ധ വിശ്വാസത്തെ കണക്ട് ചെയ്ത് പൗലോസ് പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോഴാണ് പറയുന്നത്, കാഴ്ചയാലല്ല വിശ്വാസത്താലത്രേ. ഇവിടെ നിലനിൽക്കുന്ന നഗരമില്ലല്ലോ, വരുവാനത്രേ നാം അന്വേഷിക്കുന്നത്. അതുകൊണ്ട് കാലയിൽ ഞങ്ങൾക്ക് വേണ്ടി നിത്യമായ ഒരു ഭവനമുണ്ട്. അതുകൊണ്ട് ഈ ശരീരം ക്ഷീണിച്ചാലും, പുറമേ ഉള്ളവൻ ക്ഷയിച്ചു പോയാലും, അകമേയുള്ളവൻ നാൾക്ക് നാൾ ശക്തി പ്രാപിച്ച്, ഞങ്ങളുടെ ഞെരുക്കങ്ങളോ ബുദ്ധിമുട്ടുകളോ രോഗങ്ങളോ ഞങ്ങൾക്കൊരു വിഷയമല്ല. ഞങ്ങളുടെ അകത്തൊരു പ്രത്യാശയുണ്ട്. ഞങ്ങൾ നിത്യമായ ഒരു കെട്ടിടം സ്വർഗത്തിലുണ്ട്. ഞങ്ങളെ ആർക്കും തോൽപ്പിക്കുവാൻ കഴിയത്തില്ല. ഞങ്ങൾ ദയാശ്രീലാളന്മാരായി മടങ്ങി വരും. അവൻ ഞങ്ങളെ ഉയർപ്പിക്കും, അവൻ ഞങ്ങളെ ഉയർപ്പിക്കും. ഇന്ന് പകൽക്കാല ദൈവവചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരെയും ഓർത്ത് ദൈവം ധാരാളമായ കൃപ നിറയ്ക്കട്ടെ എന്ന് ഒരിക്കൽ കൂടെ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്ക് വിരാമം കുറിക്കുന്നു. ഗോഡ് ബ്ലെസ് യു.